വളരെ സുപ്രധാനമായ ഒരു കൂടിക്കാഴ്ച, അതായത് ലോകത്തിലെ രണ്ട് വൻ ശക്തികളുടെ നേതാക്കൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഷീ ജിൻപിങ് എന്ന ചൈനീസ് പ്രസിഡൻറ്റും ഡൊണാൾഡ് ട്രംപും തമ്മിലാണ് കൂടിക്കാഴ്ച. ഏപ്രിൽ ആദ്യവാരം നടത്താനിരുന്നതായിരുന്നു ഈ കൂടിക്കാഴ്ച. എന്നാൽ ഇറാനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ലോകരാജ്യങ്ങൾക്കിടയിലുണ്ടായ സവിശേഷമായ സാഹചര്യത്തിൽ ട്രംപ് ആ കൂടിക്കാഴ്ച മാറ്റിവെക്കുകയായിരുന്നു. ആ കൂടിക്കാഴ്ചയാണ് ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ബെയ്ജിംഗ് സമ്മിറ്റ് എന്ന പേരിൽ നടക്കുന്ന ഈ കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള നയതന്ത്ര ബന്ധങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോഴും ഇതിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാകുമെന്നാണ് പറയപ്പെടുന്നത്. അതിലൊന്ന്, ഈ ഇറാനുമായി അല്ലെങ്കിൽ ഇറാനിലേക്ക് അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആക്രമണം, അത് തിരിച്ചടി നേരിട്ട രീതിയും അവർക്കുദ്ദേശിച്ച രീതിയിൽ വിജയിക്കാൻ കഴിയാതെ പോയതും ഒടുവിൽ ഒരു സറണ്ടർ ചെയ്യുന്നത് പോലെ ഡീലിലേക്ക് അല്ലെങ്കിൽ ഒരു ഇടക്കാല വെടിനിർത്തലിലേക്ക് എത്തേണ്ടി വന്ന സാഹചര്യങ്ങളുമൊക്കെ ചൈനീസ് പ്രസിഡൻറ്റിന് ഈ ഉച്ചകോടിയിലെ പരസ്പരമുള്ള ചർച്ചയിൽ ഒരു അപ്പർ ഹാൻഡ് ലഭിക്കും, ഒരു ലിവറേജ് ലഭിക്കുമെന്നാണ് മാധ്യമങ്ങളൊക്കെയും പറയുന്നത്. കാരണം വലിയ വമ്പോടുകൂടി കൊമ്പോടുകൂടിയല്ല ചൈനയിലേക്ക് ബെയ്ജിങ്ങിലേക്ക് ട്രംപ് ചെല്ലുന്നത്. ഏതെങ്കിലും യുദ്ധം ജയിച്ച് വലിയ പടനായകനെ പോലെ ചെല്ലുന്ന ഒരു ശരീരഭാഷ്യവും അല്ലെങ്കിൽ നെഗോസിയേഷൻസിൻ്റെ ഒരു ആർഗ്യുമെൻ്റൊക്കെയും തിരിച്ചടി നേരിട്ട് ചുരുണ്ടുവാരി ചെല്ലുമ്പോൾ കിട്ടുക എന്ന് പറയുന്നത് വലിയ പ്രയാസമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത്, ഈ അനാവശ്യമായ യുദ്ധം ഇസ്രയേലിന് വേണ്ടി ചെയ്ത് അമേരിക്ക ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞിട്ട് എല്ലാ അമേരിക്കൻ ഇൻ്റലിജൻസ് മിലിറ്ററി ഏജൻസികളും പറയുന്നത് ചൈനയെപ്പോലൊരു രാജ്യവുമായി ഇനി യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അതിനാവശ്യമായ യുദ്ധോപകരണങ്ങൾ അമേരിക്കയുടെ കൈവശമില്ലെന്നും അതുകൊണ്ട് തന്നെ നമ്മളൊരു സെറ്റ് ബാക്കിലാണെന്നും ഒക്കെ പറയുന്ന വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്ന അന്തരീക്ഷത്തിലാണ് ഒരു മേൽക്കൈയുള്ള അമേരിക്കൻ പ്രസിഡൻറ്റിൻ്റെ ടേബിളിൽ ചർച്ചയ്ക്കായി എത്തുന്നത്. രണ്ടാമത്തെ സംഗതി, ചൈനയെ പൂട്ടുമെന്നും ചൈനയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തുമെന്നും ചൈനയെ പലതും ചെയ്യുമെന്നും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 300-400 ഇരട്ടി താരിഫ് ഏർപ്പെടുത്തുമെന്നും ഒക്കെ പറഞ്ഞാണ് ട്രംപ് കൊലവിളി വിളിച്ച് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ കൊലവിളി നിർത്തി നിലവിളിയാണ് കേൾക്കുന്നത്. അങ്ങനെ ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾക്ക്, ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയാൽ അത് അമേരിക്കയുടെ അടുക്കള വരെ ബാധിക്കുമെന്നും അമേരിക്കയിൽ അടക്കം വിലക്കയറ്റം ഉണ്ടാക്കുമെന്നും പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും നന്നായി ട്രംപ് മനസ്സിലാക്കി. എന്ന് മാത്രമല്ല, അമേരിക്കയുമായി എപ്പോഴും ബന്ധമൊന്നും ചൈനയ്ക്ക് നിർബന്ധമില്ലെന്നും എന്നാൽ ചൈനയുമായി അമേരിക്കയുടെ ബന്ധം വ്യവസായ വാണിജ്യ താൽപ്പര്യങ്ങളിലും മറ്റ് ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസിലും വളരെ പ്രധാനമാണെന്നും ട്രംപ് തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം മുൻകൈയെടുത്ത് ഇതുപോലത്തെ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ഇതിൽ ചില മാധ്യമങ്ങൾ വളരെ സൂക്ഷ്മമായി വിലയിരുത്തുന്നൊരു കാര്യം ഇതിലെ വാണിജ്യ താൽപ്പര്യത്തെക്കുറിച്ചാണ്. ട്രംപിനും മകനും മരുമകനുമൊക്കെ ഒരുപാട് ബിസിനസ് ഗ്രൂപ്പുകളുമായി നേരിട്ടും അവർക്ക് തന്നെയും ഒരുപാട് ബിസിനസ്സുകൾ ആഗോളതലത്തിലുണ്ട്. ഈ ആഗോളതലത്തിലുള്ള ബിസിനസ്സുകളൊക്കെയും ശക്തിപ്പെടുത്താൻ ചൈനയുമായി പങ്കാളിയാവുന്നത് ഗുണകരമാണെന്നുള്ളത് ട്രംപിനറിയാം. ട്രംപിൻ്റെ അവസാനത്തെ ഊഴമാണിത്. ഇനി അവശേഷിക്കുന്ന 2-3 വർഷമാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. അമേരിക്കൻ പ്രസിഡൻഷിപ്പ് 2 ഊഴമേ ഉള്ളൂ. ഏത് വൃത്തികെട്ടവനെയും 2 ഊഴം സഹിച്ചാൽ മതി. പിന്നെ എവിടെയെങ്കിലും ഒരു മുറിയിൽ നമ്മൾ സാധാരണ ഈ കറവ തീർന്ന പശുക്കളെ കെട്ടിയിട്ടിരിക്കുന്നത് പോലെ കെട്ടിയിട്ട് ചാപ്പാടുമൊക്കെ കൊടുത്ത് അവിടെ കിടത്തത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ അവസാന ഊഴമായതുകൊണ്ട് മകൻ്റെയും മരുമകൻ്റെയും ഒക്കെ വാണിജ്യ താൽപ്പര്യങ്ങളും ഈ ചൈനയുടെ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരും. അതൊക്കെയാണ് യഥാർത്ഥ കാരണങ്ങളെന്നും എന്നിട്ട് അവിടെ വെറുതെ പരിസ്ഥിതി, ആഗോള സമാധാനം, ആഗോള ഉത്തരവാദിത്തം തുടങ്ങിയ ഇവിടെ നിന്ന് കുറച്ച് ചാമ്പ്യന്മാർ എഴുതിക്കൊണ്ടു പോകുന്ന യാതൊരു ഉത്തരവാദിത്വവുമില്ലാത്ത, ആർക്കും ബാധ്യതയില്ലാത്ത, ഒരർത്ഥവും മനസ്സിലാകാത്ത ഒരു കോമൺ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കി രണ്ടുപേരും കെട്ടിപ്പിടിച്ച് പിരിയും. നടക്കുന്നത് ഇരുവർക്കുമിടയിലുള്ള കച്ചവടമായിരിക്കും.